നീ എന്താ ആലോചിക്കുന്നത്? സാമിനൊരു കുഴപ്പമില്ല. ഞാൻ വിനയനെയും മീരയും പറ്റി ഓർക്കുകയായിരുന്നു. എനിക്ക് ട്രാജിക് ലവ് സ്റ്റോറി ഇഷ്ടമല്ല. അത് ശരി. പിന്നെ നിനക്ക് ഏതൊരു ലവ് സ്റ്റോറീസാ ഇഷ്ടം? നമ്മുടെ ഇതുപോലെ. റിയലി? യെസ്. അതെന്താ അങ്ങനെ? ഈ കടൽ പോലും റൊമാൻറ്റിക് അല്ലേ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷെ ഇപ്പൊ നിനക്കുള്ളതിന്റെ പകുതി സൗന്ദര്യം പോലും അതിനില്ല. ഐ ലവ് യു. ഓ ഹണി, നമുക്ക് അധികം നേരം ഇങ്ങനെ നിൽക്കേണ്ട. വരൂ, നമുക്ക് റൂമിലേക്ക് പോകാം. Carry me, my captain. I'm tired. Okay. Every day in my life seems like I'm at my night. In shining hour you came for me in life. There is no one. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് മാത്രം സ്വന്തമായ ഒരാൾ. എന്താ എന്നെ ബോറടിച്ചു തുടങ്ങിയോ? മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ. നമുക്കിടയിൽ മറ്റൊരാളുണ്ടെങ്കിൽ എനിക്കിതുപോലെ തന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? റിപ്പയറിങ്ങിന് ഇനി മാസങ്ങളെടുക്കും. എഞ്ചിൻ റൂം അങ്ങനെ തന്നെ മാറ്റുന്ന നല്ലെന്ന് തോന്നുന്നു. ഈ മുതുകിഴവിയുടെ സ്പെയർ പാർട്സ് എവിടെ കിട്ടാനാ? ഫ്രെഡി, എനിക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോകണം. ജാമിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇനി നീട്ടിവെക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ്. പക്ഷെ നല്ല സ്ഥലത്താണോ ചികിത്സിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അവസാന പ്രതീക്ഷ. പോയിക്കോളൂ, ഏതായാലും വീക്കെൻഡ് ആയില്ലേ. ബൈ. ഏയ് വിനായ്, നെക്സ്റ്റ് വീക്ക് സമ്മർ പാലസ്, റൈറ്റ്? അത് കടൽ വെള്ളവും നല്ല വെള്ളവും വേർതിരിക്കുന്നത്. അത് കുറേ ദൂരെ, നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത്. നിനക്ക് എന്നോടെല്ലാം പറയാമായിരുന്നു. ഐ എം സോറി. ഈ തെറ്റിദ്ധാരണ വളരെ വേദനിപ്പിക്കുന്നത്. യുനോ, നമ്മളൊരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ, വളരെ അടുത്ത്. എന്നിട്ട് നമ്മൾ അന്യോന്യം അറിഞ്ഞില്ല. എന്താ സംഭവിച്ചെന്ന് വിനയനോട് പറഞ്ഞില്ല? ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം പറയാത്തതിനെ എന്നെ കുറ്റപ്പെടുത്തിയത്. യു ആർ റൈറ്റ്. ഐ എം സോറി. ആദ്യത്തെ കടൽ യാത്രയിലാണ് ഞാൻ അവളെ കാണുന്നത്. എൻ്റെ ക്യാപ്റ്റൻ്റെ മകൾ. അതായിരുന്നു തുടക്കം. സുന്ദരിയാണ്. ഞങ്ങൾ ക്ലോക്കിൻ്റെ സൂചികൾ പോലെയായിരുന്നു. യുനോ, വ്യത്യസ്ത വേഗത, വ്യത്യസ്ത ലക്ഷ്യങ്ങൾ, വല്ലപ്പോഴും മാത്രമുള്ള കണ്ടുമുട്ടലുകൾ. ഇപ്പോഴും എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ വിവാഹിതരായതെന്ന്. എനിക്കിഷ്ടമായിരുന്നില്ല സാം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളരുന്നത്. സാരമില്ല, എല്ലാം ശരിയാവും. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. താമസിയാതെ നിങ്ങൾക്കൊരു കുഞ്ഞു പിറക്കും. എനിക്കത് കാണാൻ കഴിയും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ആയുർവേദത്തിൽ? ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങയിൽ വിശ്വാസമുണ്ട്. ആയുർവേദം എന്നാൽ ജീവന്റെ അറിവാണ്. അതായത് 5000 കൊല്ലം പഴക്കമുള്ള അറിവ്. ചികിത്സയും സുഖപ്പെടുത്തലുമൊക്കെ പ്രകൃതി തന്നെ. ആ അർത്ഥത്തിലൊന്നും ആളുകൾ ഇന്നതിനെ ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. ഞാൻ നിങ്ങൾക്ക് ചില മരുന്നുകൾ തരാം. നിങ്ങൾ ആ മരുന്നുകൾ മുടക്കം വരാതെ കഴിക്കണം. വിശ്വാസം വേണം. ആ വിശ്വാസം പ്രവൃത്തിപഥത്തിലെത്തിക്കണം. സാം, വാ വാ സാം. സാം നല്ല കുട്ടിയല്ലേ? സാം
ആദ്യം ഇന്നത്തെ ട്രീറ്റ്മെന്റ് കഴിയട്ടെ. വേണ്ട, എനിക്കിപ്പോ കളിക്കണം. നല്ല കുട്ടിയായി ഞാൻ പറയുന്നതനുസരിച്ചാ നമുക്ക് ഈ ഡാം കാണാൻ പോവാം. റിയലി? ഓക്കേ ഓക്കേ. ഗുഡ് ബോയ്. വേഗം വാ ഡാഡി, വേഗം വാ. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് തോന്നിയില്ല. പക്ഷേ നിങ്ങളൊക്കെ പോയാ എന്തോ. സാമാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സങ്കടം. അവനിപ്പോൾ വേണ്ടതൊരു അമ്മയുടെ സ്നേഹം. നിന്നേക്കാൾ നല്ലൊരു അമ്മയെ സാമിന് കിട്ടില്ല. നീ സമ്മതം മൂളിയ ഞാൻ തിരിച്ചു പോയില്ല. എനിക്ക് അത്രയ്ക്ക് ഭാഗ്യമുണ്ടോ? ഒരു രാത്രി കൊണ്ടൊന്നും നമ്മുടെ ജാതകം മാറിയിട്ടുണ്ടാവില്ല. നക്ഷത്രങ്ങൾക്ക് എപ്പോഴും നമ്മളോട് അസൂയാണ്. ഐ എം സോറി, ഞാൻ നിന്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യല്ല. പക്ഷെ ഇതിനേക്കാൾ കഷ്ടം മറ്റെന്താണുള്ളത്? മരണം. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. അപ്പൊ അച്ഛൻ? ഒരിക്കൽ ഞാൻ നിന്റെ അച്ഛൻ്റെ മുമ്പിൽ തോറ്റുപോയി. ഇനി ഞാൻ തോക്കില്ല. മീരയ്ക്ക് ഈ ഡാം ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതും മറ്റുള്ളവർക്ക് വേണ്ടി സമ്മർദ്ദം അനുഭവിക്കുകയാണെന്ന്, നമ്മളെപ്പോലെ. സ്കൂളിലേക്ക് നമ്മൾ നടന്നു പോകാറുള്ളത് ഓർമ്മയുണ്ടോ? ആ, മഴയത്ത് അല്ലേ? നല്ല രസമായിരുന്നു. നിനക്കായിരുന്നു മഴ കൂടുതൽ ഇഷ്ടം. ദേ മഴ ചാർന്നു. മമ്മി, മമ്മി. Hey my little man. ദേ എന്റെ മമ്മി വന്നു. ഹായ് വിനയ്. ഹലോ മീര. വിനയ് മീരയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോന് സുഖാണോ? I am fine. മമ്മിക്ക് സുഖാണോ? അച്ഛാ, ഞാൻ സാൻഡ്രയല്ലേ? എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. മമ്മി, മമ്മി, എന്റെ ഗിഫ്റ്റ് എവിടെ? എന്റെ നിക്ക്. ഗിഫ്റ്റ് എവിടെ? ഒരു സെക്കൻഡ്. ഇവിടെ വാ, Thank you മമ്മി, thank you. You're welcome. You're welcome. ഇവിടെ വാ. തല മുഴുവനും നനഞ്ഞിരിക്കുകയാണല്ലോ. ഇല്ലെങ്കിൽ ജലദോഷം പിടിക്കും. ഓ സാരമില്ല, ഇതൊക്കെ ശീലായി. മഴക്കാലത്ത് ഇവിടെയായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ അധികം മഴയില്ലല്ലേ? നോക്ക്, ഇവിടെ കാലാവസ്ഥ ഇങ്ങനെ മാറി മാറി വരികയാ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഹിയർ. എക്സ്ക്യൂസ് മീ. ഓ, ഇവിടെ മൈക്രോവേവ് റേഡിയേഷൻ ഇല്ല. പക്ഷേ എനിക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. ആ, അതിന് പുഴയ്ക്കക്കരെ പോകേണ്ടി വരും. സാൻഡ്ര, മോനെ കാണാൻ വന്നതല്ലേ? അതെ. കൂടാതെ എനിക്ക് അവസാനത്തെ കൊളോണിയൽ ഡാമിനെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യണമായിരുന്നു. അതിനുവേണ്ടിയുള്ള റിസർച്ചും തുടങ്ങി. ഒരുപക്ഷെ എനിക്ക് സഹായിക്കാൻ കഴിയും. ഇത് നവരസങ്ങളെ കുറിച്ചുള്ള ബുക്കല്ലേ? ഇത് എവിടുന്നാ കിട്ടിയത്? ഞാൻ ഈ ബുക്കിന് വേണ്ടി ഒരുപാട് അന്വേഷിച്ചിരുന്നു. അതെ, മോൾക്ക് ഇഷ്ടമായെങ്കിൽ അതെടുത്തോളൂ. താങ്ക് യു.
ഈ 9 എന്ന അക്കമില്ലേ, വേദഗണിത ശാസ്ത്രപ്രകാരം ഏറ്റവും അർത്ഥമുള്ള അക്കമാണ് 9. ഇവിടെയും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ചും ഡാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രോജക്റ്റിന്. നോക്ക്, വെള്ളം പങ്കുവയ്ക്കാൻ അയൽ സംസ്ഥാനവുമായി നമുക്കൊരു കരാറുണ്ട്. അതും 999 വർഷത്തേക്ക് നിയമപ്രകാരം പിന്മാറാനാവില്ല. ഇതിന്റെ പേരിൽ വഴക്ക് നടക്കാൻ തുടങ്ങിയിട്ട് സത്യത്തിൽ പതിറ്റാണ്ടുകളായി. ഇനിയിപ്പോ ഒരു ലോകമഹായുദ്ധം ഉണ്ടായാൽ അതിന് കാരണം വെള്ളമായിരിക്കും.